മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 17ാമത്തെ ദശകം 8ഉം 9ഉം ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. അർത്ഥം പറയണത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. താവത് വിബോധവിമലം പ്രണുവന്തമേനമാഭാഷതാസ്ത്വമവഗമ്യ തദീയഭാവം രാജ്യം ചിരം സമനുഭൂയ ഭജസ്വഭൂയ സർവോത്തരം ധ്രുവപദം വിനിവൃത്തിഹീനം. ഭഗവാൻ ധ്രുവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഭക്തി ലീനനായിട്ട്, ഭഗവത് രൂപത്തിൽ തന്നെ ലീനനായിട്ട് ഒന്നും മിണ്ടാൻ വയ്യാതെ കണ്ട് ധ്രുവൻ വെറുതെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് നിന്നു എന്ന് പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞിട്ട് ഭഗവാൻ ഇങ്ങനെ ഈ കുട്ടിക്ക് ബാലന് എന്നെ സ്തുതിക്കാനുള്ള മോഹമുണ്ട് എന്ന് മനസ്സിലായിട്ട് അത് കഴിയാഞ്ഞിട്ടാണ്, പറ്റണില്ല എന്ന് വിചാരിച്ചിട്ട് ആ ശംഖം കൊണ്ടൊന്ന് ആ ബാലൻ്റെ കവിളത്തൊന്ന് തലോടി എന്ന് പറഞ്ഞു. അതാണ് നിർത്തിയത്. അപ്പോഴേക്കും എന്താണ് പിന്നെ ഉണ്ടായത്? താവത്. അപ്പോഴേക്കും ആ ശബ്ദബ്രഹ്മരൂപമായിട്ടുള്ള ആ ശംഖോണ്ട് കവിളത്ത് ഒന്ന് തട്ടിയപ്പോഴേക്കും വിബോധവിമലം, അജ്ഞാനം അങ്ങോട്ട് നല്ല ജ്ഞാനമായി ഈ കുട്ടിക്ക് എന്നാണ്. വിബോധവിമലം, വ്യക്തമായിട്ടുള്ള ആ ജ്ഞാനം, തത്വജ്ഞാനം, ആ ആത്മജ്ഞാനം മുഴുവൻ അങ്ങോട്ട് വിബോധം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജ്ഞാനം തന്നെ. ആ ജ്ഞാനം എങ്ങനെയുള്ള ജ്ഞാനം? വിമലമായ ജ്ഞാനത്തോടു കൂടിയ, അതായത് യാതൊരു കളങ്കവുമില്ലാത്ത ശുദ്ധമായ ജ്ഞാനം, ആ തത്വജ്ഞാനം, ആ ഉദിച്ചതായ ആ ബാലന്റെ വിശേഷമാണ്. വിബോധവിമലം പ്രണുവന്തം, അങ്ങനെ നമസ്കരിച്ച് സ്തുതിക്കുന്നതായ ആ ബാലനെ. താവത് വിബോധവിമലം പ്രണുവന്തം. അപ്പം അങ്ങോട്ട് സ്തുതിക്കാൻ തുടങ്ങി. എന്തൊക്കെയാണ് എന്നുള്ളത് നിശ്ചയില്ല. 10-40 ശ്ലോകങ്ങളിലാണ് പ്രഹ്ലാദൻ അവിടെ സ്തുതിച്ചത്. ഭാഗവതത്തിൽ മഹാവിഷ്ണുവിനെ മഹാവിഷ്ണുവിനെ സ്തുതിക്കാനായിട്ട് അനവധി ശ്ലോകങ്ങളെ കൊണ്ടാണ് ധ്രുവൻ മഹാവിഷ്ണുവിനെ സ്തുതിച്ചത്. അങ്ങനെ ഉള്ളതായ ആ പ്രണുവന്തം, സ്തുതിച്ചതായ ആ ബാലനെ. താവത് വിബോധവിമലം, ബോധം തെളിഞ്ഞിട്ട് ജ്ഞാനം തെളിഞ്ഞ് സ്തുതിക്കുന്നതായ ആ ബാലനെ. പ്രണുവന്തം ഏനം ആഭാഷധാസ്ത്വം ത്വം ആഭാഷധാഹ. അങ്ങ് പറഞ്ഞു, ആ കുട്ടിയോട് പറഞ്ഞു എന്നാണ്, ഇതൊന്നും തനിക്ക് രാജ്യം വേണമെന്നൊന്നും പറഞ്ഞില്ല, വെറുതെ ഇങ്ങോട്ടും സ്തുതിക്കുക മാത്രമേ ചെയ്തുള്ളൂ. പക്ഷെ ആ സ്തുതി വളരെ അർത്ഥവത്തായിട്ടുള്ള ആ ഭഗവാന്റെ തത്വം മുഴുവൻ അറിഞ്ഞും കൊണ്ടുള്ളതായ ഒരു സ്തുതിയായിരുന്നു. വേറെ ഒന്നും അർത്ഥിച്ചതേയില്ല ബാലൻ എന്നുള്ളതാണ്. പക്ഷേ ഭഗവാന് മനസ്സിലായി എന്താണ്, എന്തുദ്ദേശിച്ചിട്ടാണ് ഈ കുട്ടി തപസ് ചെയ്യാൻ തുടങ്ങിയത്. അച്ഛൻ്റെ മടിയിലിരിക്കണം എന്നുള്ള മോഹത്തോടു കൂടിയിട്ടാണ് അല്ലേ. വേറെ ഒന്നും, അത് തപസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആ മോഹമൊക്കെ ഇല്ലേണ്ടേയി. പക്ഷേ തുടങ്ങിയത് ആ മോഹത്തിൽ നിന്നാണ് എന്നുള്ളത് ഭഗവാൻ അറിയാം. അപ്പം അങ്ങനെ പ്രണുവന്തം ഏനം ആഭാഷധാഹ, ആഭാഷധാഹ അങ്ങ് സംസാരിച്ചു, അങ്ങ് പറഞ്ഞു. എന്താണ്? ത്വം അവഗമ്യ തദീയഭാവം. ആ കുട്ടിയുടെ ബോധം എന്താണ് എന്നറിഞ്ഞിട്ട്, കുട്ടിക്ക് എന്താണ് വിചാരം എന്ന് മനസ്സിലാക്കിയിട്ട്, അവഗമ്യ അറിഞ്ഞിട്ട്, തദീയഭാവം അവഗമ്യ അവൻ്റെ ഉള്ളിൽ എന്താണ് എന്നുള്ളത് കുട്ടിയൊന്നും പറഞ്ഞില്ലെങ്കിൽ തന്നെ അത് ഭഗവാന് മനസ്സിലായി. എന്നിട്ട് രാജ്യം ചിരം സമനുഭൂയ, എന്താണ് പറഞ്ഞത് എന്ന് പറയാണ്. രാജ്യം ചിരം സമനുഭൂയ, മുക്തിയൊക്കെയാണ് കുട്ടി ആഗ്രഹിക്കണത്. അവിടുന്നൊക്കെ ആ രാജ്യത്തിൻ്റെ മോഹത്തിൽ നിന്നൊക്കെ കടന്നു പോയിരിക്കണു. പക്ഷെ അങ്ങനെയല്ല. ആ കുട്ടിയുടെ ഇത് ഐഹികമായിട്ടുള്ള സുഖങ്ങളൊക്കെ കുട്ടിക്ക് കൊടുക്കണം. അത് കഴിഞ്ഞിട്ടേ തൻ്റെ ഗതി ഉണ്ടാവാവൂ എന്ന് വിചാരിച്ചിട്ട് രാജ്യം ചിരം സമനുഭൂയ, ചിരം വളരെ കാലം ആ രാജ്യസുഖം ഒക്കെ അനുഭവിച്ചതിന് ശേഷം രാജ്യം ചിരം സമനുഭൂയ, നല്ല പോലെ വേണ്ട പോലെ അനുഭവിച്ചിട്ട് ഭജസ്വഭൂയ, പിന്നെ ഭജിച്ചോളൂ, പ്രാപിച്ചോളൂ. ഭജിക്കുക വെച്ചാൽ അവിടെ മറ്റേ ഭജിക്കുക എന്നുള്ള അർത്ഥമല്ല, അതിനെ പ്രാപിച്ചാലും എന്നുള്ളതാണ്. അപ്പോൾ നല്ല ഭക്ഷണം ഭജിക്കുക എന്ന് പറയുമല്ലോ, ഭക്ഷണത്തിനെ ഭുജിക്കുക എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. അപ്പോൾ ഈ രാജ്യസുഖങ്ങളൊക്കെ അനുഭവിച്ചതിന് ശേഷം പിന്നെ ഭജസ്വഭൂയ, വീണ്ടും ഭജിച്ചുകൊള്ളൂ, നീ പ്രാപിച്ചുകൊള്ളൂ. എന്താണ് ഭജസ്വഭൂയ? വീണ്ടും
സർവോത്തരം ധ്രുവപദം. ധ്രുവ എന്ന് സംബോധനയായിട്ടാണ്. രണ്ട് തരത്തിലും അതിൻ്റെ അർത്ഥം പറയുന്നുണ്ട്. ധ്രുവപദം എന്ന് ഒന്നിച്ചും പറയുന്നുണ്ട്, അല്ലാതെ കണ്ട് ധ്രുവപദം എന്ന് രണ്ടായിട്ടും ധ്രുവ എന്ന് സംബോധനയായിട്ട്. അല്ലയോ ധ്രുവ, നീ അതിനുശേഷം ആ രാജ്യം വളരെ കാലം അനുഭവിച്ചതിന് ശേഷം പദം വിനിവൃത്തിഹീനം, തിരിച്ചു മഴവ് ഇല്ലാത്തതായ ആ സ്ഥാനത്തെ നീ അനുഭവിച്ചാലും, പദം വിനിവൃത്തിഹീനം, വിനിവൃത്തിച്ച മടങ്ങിവരവ് ഇല്ലാത്തതായ പദത്തെ, സ്ഥാനത്തെ അനുഭവിച്ചാലും പ്രാപിച്ചാലും എന്ന് അങ്ങനെ അർത്ഥം പറയാം. അല്ലെങ്കിൽ ധ്രുവപദം എന്നുള്ളത് ഉറച്ച സ്ഥാനമാണല്ലോ. വിനിവൃത്തി ഇല്ലാത്തത്, ഇല്ലാത്തതായിട്ടുള്ള സ്ഥാനം എന്ന് പറഞ്ഞാൽ ധ്രുവമായിട്ടുള്ള സ്ഥാനം എന്ന് തന്നെയാണ് അർത്ഥം. അപ്പം അതുകൊണ്ട് ആ ധ്രുവ എന്നുള്ളത് സംബോധനയായിട്ട് എടുക്കാം എന്നുണ്ട്. അല്ലെങ്കിൽ ധ്രുവപദം എന്നാ ധ്രുവ നക്ഷത്രം എന്നുള്ളതായ ആ പദം ഉണ്ടല്ലോ, ആ സ്ഥാനത്തെ പ്രാപിച്ചാലും എന്ന് ഭഗവാൻ അനുഗ്രഹിച്ചു. സർവോത്തരം, എങ്ങനെയുള്ളതാണ് ആ സ്ഥാനം? സർവോത്തരം, എല്ലാ സ്ഥാനങ്ങൾക്കും, എല്ലാ ആളുകളുടെ സ്ഥാനങ്ങൾക്കും ഉപരിയായിട്ടുള്ള, അതിനേക്കാളെല്ലാം ഉത്തരമായിട്ടുള്ള, ശ്രേഷ്ഠമായിട്ടുള്ള ആ ധ്രുവമായ പദത്തെ, മടക്കം ഇല്ലാത്തതായ ആ പദത്തെ അങ്ങ് പ്രാപിച്ചാലും. അവിടെ പറയണത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നക്ഷത്രതാരകങ്ങളൊക്കെ നിന്നെ ചുറ്റി പ്രദക്ഷിണം വെച്ചും കൊണ്ടിരിക്കും എന്നാണ് പറയണത്. അങ്ങനെ പ്രദക്ഷിണം വെക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഉയരത്തിൽ ഉന്നതമായിട്ടുള്ള സ്ഥാനമാണ് ആ ധ്രുവന് കൊടുത്തത് എന്നാണ്. സർവോത്തരം ധ്രുവ പദം വിനിവൃത്തിഹീനം. അപ്പോൾ താവത് അതിനുശേഷം ആ ശംഖ് കൊണ്ട് തൊട്ടപ്പോഴേക്കും വിമലമായ ബോധമൊക്കെ ഉണ്ടായി തീർന്നു ആരൊക്കെ? ധ്രുവന്. എന്നിട്ട് പ്രണുവന്തം, അങ്ങനെ സ്തുതിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെയുള്ളതായ ആ ധ്രുവനോട് ആഭാഷഥാഹ അങ്ങ് പറഞ്ഞു. ഏനം, ഇവനോട്, അതായത് ആ ബാലനോട് അങ്ങ് പറഞ്ഞു. ത്വം അവഗമ്യ തദീയഭാവം, ചോദിച്ചില്ല എങ്കിലും ആ ഭാവം അറിഞ്ഞിട്ട്, അവൻ്റെ ആഗ്രഹം എന്താണ് എന്നുള്ളത് അറിഞ്ഞിട്ട് പറഞ്ഞു. രാജ്യം ചിരം സമനുഭൂയ, വളരെ കാലം ആ രാജ്യം അനുഭവിച്ചതിന് ശേഷം, രാജ്യസുഖങ്ങളൊക്കെ അനുഭവിച്ചതിന് ശേഷം വീണ്ടും ആ മടക്കമില്ലാത്തതായ വിനിവൃത്തിഹീനം, വിനിവൃത്തി ഇല്ലാത്തതായ ആ പദത്തെ, ശ്രേഷ്ഠമായ, എല്ലാറ്റിലും ശ്രേഷ്ഠമായ ആ സ്ഥാനത്തെ നീ പ്രാപിച്ചാലും ഭജസ്വ എന്ന് പറഞ്ഞ് നിർത്തി. അതായത് ഇവിടെ അത്രേ പറയുന്നുള്ളൂ. ഇനി അടുത്ത ശ്ലോകത്തിലെ ഇത്യൂചുഷി ത്വയിഗതേ നൃപനന്ദനോസാവാനന്ദിതാഖിലജനോ നഗരീമുപേത രേമേ ചിരം ഭവദനുഗ്രഹപൂർണകാമസ്താതേ ഗതേ ചവനം ആദൃതരാജ്യഭാര ഇതി ഊജുഷി ത്വയി ഗതേ. ഇപ്രകാരം പറഞ്ഞതായ അങ്ങ് അപ്രത്യക്ഷമായപ്പോൾ, ഗതേ അങ്ങ് പോയി എന്ന് പറഞ്ഞാൽ അവിടുന്ന് അപ്രത്യക്ഷമായി. ധ്രുവനെ കാണാനായിട്ട് ആവിർഭവിച്ചതാണല്ലോ, പ്രത്യക്ഷപ്പെട്ടതാണല്ലോ. അവിടുന്ന് അങ്ങോട്ട് അപ്രത്യക്ഷമായി. ഇത്രത്തോളം ധ്രുവനെ അനുഗ്രഹിച്ചതിന് ശേഷം അങ്ങ് അവിടുന്ന് അപ്രത്യക്ഷമായി. ഇതി ഊജുഷി, ഇപ്രകാരം പറഞ്ഞതായ അങ്ങ് ഗതേ അങ്ങ് പോയപ്പോൾ, നൃപനന്ദനഃ അസൗ, നൃപനന്ദനഃ അസൗ, ഈ നൃപനന്ദനൻ, ആ രാജാവിൻ്റെ പുത്രനായ ധ്രുവൻ, നൃപനന്ദനായ അസൗ, ഇവൻ, ഈ ധ്രുവൻ. നൃപനന്ദനൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ആ സന്തോഷം നന്ദിപ്പിക്കുക എന്നുള്ളതാണ്. നന്ദനൻ എന്നുള്ള അർത്ഥം, പദത്തിനർത്ഥം സന്തോഷിപ്പിക്കുന്നവൻ എന്നാണ്. രാജാവിനെ സന്തോഷിപ്പിക്കുന്നതായ ആ ധ്രുവൻ, അതായത് തിരിച്ചു മടങ്ങി വന്നപ്പോൾ, ആദ്യം പോയപ്പോൾ വലിയ ദുഃഖമായിരുന്നു രാജാവിന്. ഇപ്പോൾ തിരിച്ചു മടങ്ങി വന്നപ്പോൾ നല്ല സന്തോഷം ഉണ്ടാവും. അപ്പോൾ രാജാവിനെ നല്ല പോലെ സന്തോഷിപ്പിച്ചുകൊണ്ട്, ആ നന്ദനൻ എന്നുള്ളതിന് പുത്രൻ എന്നുള്ള അർത്ഥം മാത്രം എടുത്താലും പോരായില്ല. എങ്ങനെയായാലും പിതാവിന് നല്ലോണം സന്തോഷം ഉണ്ടാക്കിക്കൊണ്ട് നൃപനന്ദനഃ അസൗ ആനന്ദിത അഖിലജനഃ, രാജാവിനെ മാത്രമല്ല ആനന്ദിത അഖിലജനഃ, ജനങ്ങളെ മുഴുവൻ സന്തോഷിപ്പിച്ചു കൊണ്ട് അഖില ജനങ്ങളെയും, എല്ലാ രാജ്യത്തിലുള്ള എല്ലാവർക്കും സങ്കടമായിരുന്നു. വാസ്തവത്തിൽ ഈ 5 വയസ്സായ കുട്ടി രാജകുമാരൻ കാട്ടിലേക്ക് പോയില്ലോ ഇങ്ങനെ എന്നുള്ള സങ്കടം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ സന്തോഷിപ്പിച്ചുകൊണ്ട് ആനന്ദിത അഖിലജനഃ, എല്ലാ ജനങ്ങളെയും ആനന്ദിതന്മാരാക്കിക്കൊണ്ട് സന്തോഷിപ്പിച്ചുകൊണ്ട് നഗരീം ഉപേതഃ, നഗരിയിലേക്ക് തിരിച്ചു ഉപേതഃ പ്രാപിച്ചു, നഗരിയെ പ്രാപിച്ചു, അതായത് രാജധാനിയിലേക്ക് തിരിച്ചു വന്നു. നഗരീം ഉപേതഃ. ഇനി രേമേ ചിരം രേമേ, വളരെ കാലം
സുഖമായിട്ട് ആനന്ദങ്ങളെ അനുഭവിച്ചു, രമിച്ചുകൊണ്ടിരുന്നു. അതായത് സുഖമായി വസിച്ചു. രേമേ രമിച്ചു, സന്തോഷിച്ചു, സന്തോഷമായി ജീവിച്ചു എന്നുള്ള അർത്ഥമാണ്. രേമേ ചിരം എങ്ങനെയാണ്? ഭവദനുഗ്രഹ പൂർണ്ണകാമ. ഭവദനുഗ്രഹം കൊണ്ട്, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാ കാമങ്ങളെയും സാധിച്ചുകൊണ്ട്, അതായത് രാജ്യം ഭരിക്കാനായിട്ട് നഗരത്തിലേക്ക് വന്നപ്പോൾ പിന്നെ ധ്രുവന് കിട്ടാത്തതായിട്ടൊന്നുമില്ല. എല്ലാ ജനങ്ങളും ധ്രുവനെ വളരെയധികം സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു. അച്ഛനും അമ്മയ്ക്കും ഒക്കെ സന്തോഷമായി. സുനീതി അടക്കം എല്ലാവർക്കും സ്നേഹം വളരെയധികം, സുരുചി അടക്കം എല്ലാവർക്കും സ്നേഹം വളരെ വർദ്ധിച്ചു. അങ്ങനെ എല്ലാ ആഗ്രഹങ്ങളും പൂർണ്ണമായിക്കൊണ്ട് ആനന്ദിത രേമേ രമിച്ചു. അതായത് സുഖമായി സന്തോഷമായിട്ട് ജീവിച്ചു. രേമേ ചിരം വളരെ കാലം. ഭവദനുഗ്രഹ പൂർണ്ണകാമ എങ്ങനെയാണ്? അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാ കാമങ്ങളെയും, പൂർണ്ണമായ കാമങ്ങളോടുകൂടി എല്ലാ കാമങ്ങളെയും അനുഭവിച്ചുകൊണ്ട്, എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചുകൊണ്ട് അങ്ങനെ അധികം വളരെ നാൾ അദ്ദേഹം സുഖമായിട്ട് ജീവിച്ചു. എന്നിട്ടോ താതേ ഗതേ ച വനം. താതേ വനം ഗതേ. താതൻ വനത്തിലേക്ക് പോയപ്പോൾ, ഒക്കെ സതിസപ്തമിയുടെ പ്രയോഗങ്ങളാണ് ഈ കഥ പറയലായതുകൊണ്ട്. താതേ വനം ഗതേ. താതൻ വനത്തിലേക്ക് പോയപ്പോൾ, പോയ അവസരത്തിലൊടുക്കം എന്താണ് വനത്തിലേക്ക് പോകുക? അതാണ് രാജാക്കന്മാരുടെ ക്ഷത്രിയന്മാരും ഒക്കെ, ക്ഷത്രിയന്മാരെന്നില്ല, ബാക്കി എല്ലാവരും ആ പ്രായം അങ്ങോട്ട് അധികമായി കഴിഞ്ഞാൽ പിന്നെ ഐഹിക ജീവിതം ഉപേക്ഷിച്ച് ഏകാന്തമായിട്ടുള്ള ജീവിതം ആണ് പിന്നെ തുടരേണ്ടത് എന്നാണ്. പിന്നെ ആ മനസ്സിനെ, ആത്മാവിനെ മുകളിലേക്ക് ഭഗവാനിലേക്ക് അർപ്പിച്ചുകൊണ്ട്, സ്വയം ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ടുള്ളതായ ഒരു ജീവിതം, അതാണ് പിന്നെ ഈ ഗൃഹസ്ഥ ജീവിതം കഴിഞ്ഞാൽ വേണ്ടത് എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ആ വാനപ്രസ്ഥം എന്നാണ് അതിന് പറയുക. അതായത് വനത്തിലുള്ളതായ ഏകാന്ത ജീവിതത്തിനുള്ളതായ സ്ഥലമാണ് വനം. നാട്ടിൽ നിന്നാൽ അത് പറ്റില്ല. വനത്തിലാണെങ്കിൽ അതിനുള്ള സൗകര്യം ഉണ്ടാവും. അപ്പോൾ താതേ വനം ഗതേ. പിതാവ് കുറെ കഴിഞ്ഞപ്പോൾ ആ മകന് പ്രായമൊക്കെ ഈ രാജ്യഭാരം ഏറ്റെടുക്കാനുള്ള പ്രായമായി എന്ന് കണ്ടപ്പോൾ അച്ഛൻ വനത്തിലേക്ക് ഇതായിട്ട് പോയി, ഭഗവത് ഭജനത്തിനായിട്ട് കാട്ടിലേക്ക് പോയി. താതേ വനം ഗതേ. അച്ഛൻ കാട്ടിലേക്ക് പോയപ്പോൾ ആദൃത രാജ്യഭാര. രാജ്യം ഭാരത്തെ ആദരിച്ചു, സ്വീകരിച്ചു. ആദൃത രാജ്യഭാര. ആദൃതമായ രാജ്യഭാരത്തോടു കൂടിയവനായി, സ്വീകരിച്ചതായ രാജ്യഭാരത്തോടു കൂടി. രാജ്യഭാരം സ്വീകരിച്ചു മൂത്ത മകൻ ധ്രുവനാണ്. അപ്പം അതുകൊണ്ട് ആ രാജ്യഭാരം സ്വീകരിച്ചുകൊണ്ട് രാജാവായിട്ട് നേരത്തെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, രാജ്യം ഭരിച്ച വളരെ കാലം ഇവിടെ രാജ്യം ഭരിച്ചിട്ടൊടുക്കം എന്നെ പ്രാപിക്കും എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതൊക്കെ ഐഹിക സുഖങ്ങളൊക്കെ അനുഭവിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് അച്ഛൻ രാജ്യഭാരം ഏൽപ്പിച്ച് പോയപ്പോൾ ആ രാജ്യഭാരത്തെ സ്വീകരിച്ചുകൊണ്ട്, ആദൃത രാജ്യഭാര, രാജ്യഭാരത്തെ ആദരിച്ച് സ്വീകരിച്ചുകൊണ്ട് ചിരം വളരെ കാലം, രേമേ ചിരം വളരെ കാലം സുഖമായിട്ട് അനുഭവിച്ചു, രാജ്യസുഖങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് അവിടെ വസിച്ചു എന്നാണ്. ഇത്യൂചുഷി ത്വയിഗതേ. ഇപ്രകാരം പറഞ്ഞ അങ്ങ് അപ്രത്യക്ഷമായപ്പോൾ നൃപനന്ദന അസൗ. ഈ ധ്രുവൻ നൃപനെ സന്തോഷിപ്പിച്ചുകൊണ്ട്, നൃപന് സന്തോഷം നൽകിക്കൊണ്ട് ആനന്ദിത അഖിലജന, എല്ലാ ജനങ്ങളെയും സന്തോഷിപ്പിച്ചുകൊണ്ട് നഗരീം ഗതേന, നഗരിയിലേക്ക് തിരിച്ച് വന്നിട്ട് ആനന്ദിത അഖിലജന നഗരീം ഉപേത, നഗരിയിലേക്ക് വന്നു. എന്നിട്ട് രേമേ ചിരം ഭവദനുഗ്രഹ പൂർണ്ണകാമ. അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് കാമങ്ങളെല്ലാം, അഭിലാഷങ്ങളെല്ലാം, ആഗ്രഹങ്ങളെല്ലാം പൂരിപ്പിച്ചുകൊണ്ട്, പൂർണ്ണമാക്കിക്കൊണ്ട് വളരെ കാലം സുഖമായി ജീവിച്ചു. അച്ഛൻ കാട്ടിലേക്ക് പോയപ്പോൾ, സന്യസിക്കാനായി കാട്ടിലേക്ക് പോയപ്പോൾ, താതേ വനം ഗതേ. അച്ഛൻ കാട്ടിലേക്ക് പോയപ്പോൾ താതേ ഗതേച്ച വനം ആദൃത രാജ്യഭാര, രാജ്യഭാരത്തെ സ്വീകരിച്ചുകൊണ്ട് വളരെ കാലം ജീവിച്ചു എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. മൂന്നും കൂടിയും വായിക്കാം. താവത് വിബോധ വിമലം പ്രണുവന്തമേനമാഷഭാഷധാസ്ത്വമവഗമ്യ തദീയഭാവം രാജ്യം ചിരം സമനുഭൂയ ഭജസ്വഭൂയ സർവോത്തരം ധ്രുവ പദം വിനിവൃത്തിഹീനം. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. ജ്ഞാനം ലഭിച്ചു വിമലം സ്തുതി ചെയ്തു നിൽക്കും ബാലന്റെ ഇംഗിതമറിഞ്ഞു ഭവാൻ പറഞ്ഞു.
രാജ്യം ഭരിച്ചു ഭജനം വധ ചെയ്ക വത്സ, മോക്ഷം ലഭിച്ചതിവിശിഷ്ടപദം ലഭിക്കും. ഇത്യൂചുഷിത്വയി ഗതേ നൃപനന്ദനോ സാവാനന്ദിതാഖിലജനോ നഗരീമുപേത, രേമേ ചിരം ഭവദനുഗ്രഹപൂർണകാമസ്പാദേ ഗതേ ച വനം ആദൃതരാജ്യഭാര. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. ഇത്തം പറഞ്ഞഥമറഞ്ഞു ഭവാൻ, കുമാരൻ പൗരർക്കുമോദമതു നൽകി പുരത്തിലെത്തി. രാജ്യം ഭരിച്ചു ജനകൻ വനമർന്ന ശേഷം, മോഹങ്ങളൊക്കെ നിറവേറ്റി ഭവൽ പ്രസാദാൽ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.